വിഷയമാണ് സാർ. ലോകം അംഗീകരിച്ച ആരോഗ്യ ജാഗ്രതാ കലണ്ടർ ഇടതുപക്ഷ സർക്കാരിന്റെ കാലത്ത് ഈ ജനുവരി 2026 പ്രകാശനം ചെയ്തു എന്ന ഒറ്റ വൈര നിരാധന ബുദ്ധിയുടെ ഭാഗമായി നടപ്പിലാക്കാതെ പോയത് അത് ചർച്ച ചെയ്യപ്പെടുന്ന സാർ. എന്തുകൊണ്ടാണത്? എന്തുകൊണ്ടാണ് സാർ? എന്തുകൊണ്ടാണ് 2026 ആരോഗ്യ ജാഗ്രതാ കലണ്ടർ പുറത്തിറക്കാത്ത പ്രശ്നം വന്നത് സാർ? അത് പിൻപറ്റിയിരുന്നെങ്കിൽ ഇതിൽ പലതും പരിഹരിക്കാൻ പറ്റില്ല സാർ. എന്തുകൊണ്ട് അത് ചെയ്തില്ല സാർ? മെയ് 19 ഈ ഗവൺമെന്റ് അധികാരത്തിൽ വന്നത്. മെയ് 19 ഈ ഗവൺമെന്റ് അധികാരത്തിൽ വന്ന ഉടനെ ഡ്രൈ ഡേ നടപ്പിലാക്കാനുള്ള നീക്കങ്ങൾ നടത്തേണ്ടിയിരുന്നില്ലേ സാർ? വെള്ളിയാഴ്ച സ്കൂളുകളിലും ശനിയാഴ്ച ഓഫീസുകളിലും ഞായറാഴ്ച വീടുകളിലും വർഷങ്ങളായി ഡ്രൈ ഡേ ആചരിക്കുന്നത് മെയ് 19 അധികാരത്തിൽ വന്ന സർക്കാർ ഉടനെ ചെയ്യാതെ പോയത് എന്തുകൊണ്ടാണ് എന്നുള്ള ചോദ്യം സ്വാഭാവികമായിട്ട് വരികയാണ് സാർ. ഇവിടെ വിഷയം കേരള മോഡൽ വിടപ്പെടുന്നു എന്നുള്ളതാണ് സാർ. ഇവിടെ വിഷയം രോഗപ്രതിരോധ പ്രവർത്തനങ്ങളിൽ ജനങ്ങളെ പങ്കാളികളാക്കുന്ന സമീപനം ഇല്ലാതായി എന്നുള്ളതാണ് സാർ. സാർ ഇവിടെ വിഷയം ജനപ്രതിനിധികളെ വിശ്വാസത്തിലെടുക്കുന്നില്ല എന്നുള്ളതാണ് സാർ. സാർ ഇവിടെ വിഷയം രോഗപ്രതിരോധ പ്രവർത്തനങ്ങൾ പൂർണ്ണമായും ഉദ്യോഗസ്ഥ കേന്ദ്രീകൃതമായി മാറി എന്നുള്ളതാണ് സാർ. ബഹുമാനപ്പെട്ട മന്ത്രിയുടെ ഓഫീസിൽ ഒരു പ്രധാനപ്പെട്ട ഉദ്യോഗസ്ഥനുണ്ട്. അത് നിപ്പയേക്കാൾ മന്ത്രി ഭയക്കണമെന്നുള്ളത് ചൂണ്ടിക്കാട്ടാൻ ഈ വേള ഞാൻ ഉപയോഗപ്പെടുത്താൻ വേണ്ടി ആഗ്രഹിക്കുകയാണ്. അത് ഭരണകക്ഷി MLA മാർക്കും അറിയുന്ന കാര്യമാണെന്ന് ഞാൻ കരുതുന്നു. സാർ, ഡ്രൈ ഡേ പോലുള്ള പ്രതിരോധ പ്രവർത്തനങ്ങൾ എത്രയും വേഗത്തിൽ നടപ്പിലാക്കണം സാർ. ലഭ്യമായ കലണ്ടർ മുന്നറിയിപ്പ് സംവിധാനങ്ങൾ ഫലപ്രദമായി ഉപയോഗിക്കാനുള്ള ഇടപെടലുകൾ നടക്കണം സാർ. ഉദ്യോഗസ്ഥരെ മാത്രം ആശ്രയിച്ച് പ്രവർത്തിച്ചാൽ പോരാ, ജനപങ്കാളിത്തം അനിവാര്യമാണ് സാർ. നിപ്പ റിപ്പോർട്ട് ചെയ്ത പ്രദേശങ്ങളിൽ പോലും പ്രത്യേക ടീമുകളെ വെക്കാത്തത് ഗൗരവമായി പരിശോധിക്കണം സാർ. ട്രാൻസ്ഫറുകൾ ചട്ടപ്രകാരമാകണം സാർ. മെറിറ്റ് പാലിക്കപ്പെടണം സാർ. ഗൗരവമായി അതിനെ കാണണം സാർ. രോഗബാധിത പ്രദേശങ്ങളിൽ ജനപ്രതിനിധികളുടെ യോഗം വിളിച്ചു ചേർക്കാത്തത് മേലിൽ ആവർത്തിക്കാതിരിക്കാൻ ശ്രദ്ധിക്കണം സാർ. ആവശ്യമായ മരുന്നുകളും പ്രതിരോധ സാമഗ്രികളും മുൻകൂട്ടി ശേഖരിക്കണം സാർ. വിവിധ വകുപ്പുകൾ തമ്മിൽ ഏകോപനത്തിന്റെ അഭാവം പ്രകടമായത് മുഖ്യമന്ത്രി ഇടപെട്ട് പരിഹരിക്കാൻ ഇനിയെങ്കിലും തയ്യാറാകണം സാർ. ആരോഗ്യ വകുപ്പ്, തദ്ദേശ സ്ഥാപനങ്ങൾ, ജനപ്രതിനിധികൾ എന്നിവർക്കായി ഫലപ്രദമായ കോർഡിനേഷൻ ഉണ്ടാകണം സാർ. ഒരു കാര്യം കൂടി പറയാം സാർ. ഇവിടെ ട്രഷറി ബെഞ്ചിൽ 101 ആളുണ്ട് എന്നുള്ളത് കൊണ്ട് രാഷ്ട്രീയത്തിൽ 35 101 നിയമസഭയിൽ വലുതാണെന്ന് തെളിയിക്കുന്ന നാളുകളാണ് ഈ സഭയിൽ വരാൻ വേണ്ടി പോകുന്നത് സാർ. അതുകൊണ്ട് ഇത് ഗൗരവമേറിയ വിഷയമാണ്. ഇത് ഗൗരവമേറിയ വിഷയമായി കണ്ടുകൊണ്ട് പകർച്ചവ്യാധി നിയന്ത്രിക്കുന്നതിൽ ഈ സർക്കാർ സമ്പൂർണ്ണമായി പരാജയപ്പെട്ടിരിക്കുകയാണ്. ഈ വിഷയം സഭാ നടപടികൾ നിർത്തിവെച്ച് ചർച്ച ചെയ്യണമെന്ന് ആവശ്യപ്പെടുകയാണ്. ബഹുമാനപ്പെട്ട മന്ത്രി സാർ, ഇവിടെ ഈ പറയുന്നത്ര യാതൊരു ഭീകരമായിട്ടുള്ള അന്തരീക്ഷവും കേരളത്തിലില്ല, ആരോഗ്യവകുപ്പിലും ഇല്ല. പിന്നെ സാർ, ആരോഗ്യവകുപ്പിൽ നിന്ന് ആകെ നേരിടുന്നൊരു പ്രശ്നം എന്ന് പറയുന്നത് കഴിഞ്ഞ 10 വർഷക്കാലത്തെ റീൽസും അവസാനത്തെ 5 വർഷത്തെ വീണ വീട്ടലുമായിരുന്നു സാർ ആരോഗ്യവകുപ്പുണ്ടായ ഏതൊരു പ്രശ്നം എന്ന് പറയുന്നത്. എന്നാൽ ഈ സർക്കാർ വന്നതിന് ശേഷം റിപ്പോർട്ട് ചെയ്യപ്പെട്ടാൽ അത് ഉടനെ തന്നെ അന്വേഷിച്ച് അതിന് പ്രതിരോധ നടപടികൾ സ്വീകരിക്കാൻ സർക്കാരിന് കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ നിപ ആണ് ഇവിടെ ആദ്യമായിട്ട് റിപ്പോർട്ട് ചെയ്യപ്പെട്ടത്. സാർ, നിപ ബാധിച്ച് കഴിഞ്ഞ മുൻ വർഷങ്ങളിൽ എത്ര പേര് കേരളത്തിൽ മരണപ്പെട്ടിട്ടുണ്ട് സാർ? ഈ സർക്കാരിൻ്റെ കാലത്ത് ഞാൻ അധികാരത്തിൽ വന്നതിന് ശേഷം ആകെ ഒരു കേസാണ് റിപ്പോർട്ട് ചെയ്തത്. ആ കേസ് റിപ്പോർട്ട് ചെയ്തപ്പോൾ ഉടൻ തന്നെ അതിനുള്ള പ്രതിരോധ നടപടികൾ സ്വീകരിച്ചു. ഇതുവരെ ഒരാൾക്ക് മാത്രമാണ് സാർ പോസിറ്റീവായത്. സമ്പർക്ക പട്ടിക ഞങ്ങൾ തയ്യാറാക്കി, 104 പേരുടെ സമ്പർക്ക പട്ടിക. സാർ, ഈ രോഗിക്ക് രോഗം സ്ഥിരീകരിച്ചപ്പോൾ ആദ്യം ശ്രീ റിയാസ് പറഞ്ഞു, മന്ത്രി ഒന്ന് പറഞ്ഞു, ഉദ്യോഗസ്ഥർ വേറെ പറഞ്ഞു. ചില ഉദ്യോഗസ്ഥന്മാർ ഭരണം മാറിയത് അറിയാതെ കഴിഞ്ഞ സർക്കാരിനോട് കൂറ് കാണിക്കുന്ന ചില പ്രവർത്തനങ്ങൾ നടത്തിയപ്പോൾ അവരിന്ന് കസാല മാറ്റിയിരുത്തിയിട്ടേ ഉള്ളൂ സാർ. മറ്റൊരു കുഴപ്പമുണ്ടായിട്ടില്ല സാർ. ഈ നിപ രോഗിക്ക് ആദ്യ ദിവസം തന്നെ, കഴിഞ്ഞ 10-ാം തീയതിയാണ് രോഗിയെ അഡ്മിറ്റാക്കുന്നത്. ആദ്യ ദിവസം തന്നെ ചികിത്സാ മരുന്നുകളായ മോണോക്ലോണൽ ആൻറ്റിബോഡി, അതും റിബ വീറിനും, ഈ 2 മരുന്നുകൾ അന്ന് തന്നെ കൊടുത്തു. പിന്നെയുള്ളത് ഇവിടെ ബഹുമാനപ്പെട്ട അംഗം പറഞ്ഞത് റെംഡിസിവിർ എന്ന മരുന്നാണ്. അത് സാർ, അങ്ങയുടെ ശ്രദ്ധയ്ക്ക് വേണ്ടി പറയുകയാണ്, അങ്ങ് മന്ത്രിയായ ആ മന്ത്രിസഭയുടെ കാലം തൊട്ട് ഈ മരുന്ന് വാങ്ങിച്ച് സ്റ്റോക്ക് ചെയ്തിട്ടില്ല സാർ. 24 മണിക്കൂറിനുള്ളിൽ 10-ാം തീയതി റിപ്പോർട്ട് ചെയ്തു. 24 മണിക്കൂറിനുള്ളിൽ ബഹറിൽ നിന്ന് ഡൽഹി വഴി ആ മരുന്ന് കണ്ണൂരെത്തിച്ച് അന്ന് രാത്രി തന്നെ രോഗിക്ക് ആദ്യ ഡോസ് കൊടുത്തു. ഇപ്പോൾ അദ്ദേഹം സത്യത്തിൽ ആ രോഗിയെ അവിടെ അഡ്മിറ്റ് ചെയ്യുമ്പോൾ
24 മണിക്കൂർ പോലും ആ രോഗി സർവൈവ് ചെയ്യില്ല എന്നായിരുന്നു ഡോക്ടർമാർ പറഞ്ഞത്. ഏതായാലും ഇതുവരെയായിട്ട് കുഴപ്പം കൂടാതെ അദ്ദേഹം വെന്റിലേറ്ററിലാണ്. പക്ഷേ സ്ഥിതി ഗുരുതരമാണ് എന്ന് ഞാൻ സമ്മതിക്കുന്നു. പക്ഷേ വരുന്ന ആ സന്ദർഭത്തിനേക്കാൾ സ്ഥിതി കുറച്ചുകൂടെ ഭേദപ്പെട്ടിട്ടുണ്ട് എന്നാണ് കിട്ടിയിട്ടുള്ള വിവരം. പക്ഷേ എന്ന് വിചാരിച്ച് അത് സീരിയസ് അല്ലാതെ ഞാൻ പറയുന്നില്ല. പക്ഷേ ആ ഒരു വ്യക്തിയിൽ മാത്രം ആ രോഗം ഒതുങ്ങി നിന്നു. അദ്ദേഹത്തിൻ്റെ കുടുംബത്തിൻ്റെ പരിശോധന നടത്തി എല്ലാവരും ഏതാണ്ട് 69ഓളം ടെസ്റ്റ് നടത്തി എല്ലാം നെഗറ്റീവാണ് സാർ. പിന്നെ എങ്ങനെയാണ് സാർ നിപ പടരുന്നു പറയുന്നത്? പിന്നെ മറ്റ് ബഹുമാനപ്പെട്ട പ്രമേയ അവതാരം പറഞ്ഞു ഒരു സത്യം അദ്ദേഹം പറഞ്ഞു നേരത്തെ തന്നെ പ്രതിരോധ പ്രവർത്തനങ്ങൾ നടത്തിയിരുന്നെങ്കിൽ ഇത് ഒഴിവാക്കാമായിരുന്നു. ശരിയാണ് സാർ. സാധാരണ അങ്ങക്ക് അറിയാലോ, ഫെബ്രുവരി മാസം തൊട്ടല്ലേ സാർ ഇതിനെക്കുറിച്ചുള്ള മുൻകരുതലൊക്കെ തുടങ്ങേണ്ടത്. ഫെബ്രുവരിയിൽ ആരാ? ഞാനായിരുന്നു മന്ത്രി. ഫെബ്രുവരി മുതൽ ഒന്നും നടത്തിയില്ല സാർ. ഒരു രോഗപ്രതിരോധ പ്രവർത്തനങ്ങളും നടത്തിയില്ല. മഴക്കാല ശുചീകരണ പ്രവർത്തനങ്ങൾ ഒന്നും നടത്തിയില്ല. ഇതെല്ലാം കഴിഞ്ഞ മെയ് മാസത്തിൽ ഞങ്ങളൊക്കെ ചാർജ് എടുത്തപ്പോഴാണ് ഈ രോഗം അപ്പോഴേക്കും വ്യാപിച്ചു കഴിഞ്ഞു. പക്ഷേ ആ വ്യാപനത്തിന് ഒരു പരിധി വരെ തടയാൻ ഈ സർക്കാരിന് കഴിഞ്ഞിട്ടുണ്ട്. അതിന് പ്രഖ്യാപിച്ച ഡ്രൈഡേ ഞാൻ പറഞ്ഞാൽ ഇതൊക്കെ മറുപടിയിൽ പറഞ്ഞ കാര്യങ്ങളാണ്. അദ്ദേഹം നേരത്തെ തയ്യാറാക്കി കൊണ്ടുവന്ന ഒരു പ്രസംഗംകാരാണ് അതൊക്കെ എഴുതി വായിച്ചത്. അതുപോലെ തന്നെ അദ്ദേഹം പറഞ്ഞത് ചില ഉദ്യോഗസ്ഥന്മാരില്ല. സാർ ഞാൻ ചോദിക്കട്ടെ, ജില്ലാ മെഡിക്കൽ ഓഫീസർമാരില്ല, സമ്മതിച്ചു. 5 ജില്ലകളിൽ ഇപ്പോൾ DMOമാരില്ലെങ്കിലും ചാർജുള്ളവരുണ്ട്. എന്നുകൊണ്ടാണ് ആ പോസ്റ്റ് ഒഴിവായത്? കണ്ണൂർ, കോഴിക്കോട്, കാസർഗോഡ്, ഇടുക്കി, മലപ്പുറം ജില്ലകളിലൊക്കെ ചാർജ് ഓഫീസർമാർ ഞങ്ങൾ വന്നിട്ടാണ് സാർ കൊടുത്തത്. സാർ ഇതിൽ ഈ കാസർഗോഡ് മാത്രമല്ല, ഇതിൻ്റെ ലിസ്റ്റ് തയ്യാറാക്കിയിട്ടില്ല. ഇപ്പോഴാണ് DPC കൂടി ലിസ്റ്റ് തയ്യാറാക്കി സാർ. അത് ഇന്നോ നാളെയായിട്ട് ലിസ്റ്റ് പുറത്തിറക്കും. ഇത് DPC കൂടണേ സാർ, ഇതൊന്നും കൂടിയിട്ടില്ല. ഇത് മാത്രമല്ല, ഏറ്റവും രസകരമായൊരു കാര്യം, മുമ്പ് 4/6/2018 അന്ന് ശ്രീ അനൂപ് ജേക്കബിൻ്റെ ചോദ്യം ഉണ്ടായിരുന്നു. നിപ വൈറസ് ബാധ മൂലം ഈ വർഷം എത്ര പേർ മരണപ്പെട്ടു, എത്ര പേർ ഗുരുതരാവസ്ഥയിലാണെന്ന് അറിയാമോ? നിപ വൈറസ് ബാധ മൂലം ഈ വർഷം സംസ്ഥാനത്ത് 16 പേർ മരണപ്പെട്ടിട്ടുണ്ട്. 2 പേർ ചികിത്സയിലാണ്. എന്നിട്ടാണ് സാർ ഒരു രോഗി, വെന്റിലേറ്ററിൽ കിടക്കുന്ന രോഗി കാരണം ഇവിടെ എല്ലാം നിപ വ്യാപിച്ചു എന്നുള്ള ദുഷ്പ്രചരണം ഇവിടെ നടത്തുന്നു സാർ. DMOമാരെ വയ്ക്കും. കാരണം ഇതൊക്കെ മുമ്പ് ചെയ്യണ്ടേ സാർ? അതിനകത്തുള്ള കാലത്ത് ഇതുവല്ലോ നോക്കിയോ? ഇതൊന്നും നോക്കാതെ എല്ലാം തുറന്നു വിട്ട് ഞങ്ങൾ വന്നപ്പോൾ അതിനെ എന്താ കുടത്തുനിന്ന് പോയ ഭൂതത്തിനെ തിരിച്ചു കയറ്റാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴാണ് ഇവിടെ എല്ലാം നശിച്ചു എന്നുള്ള പറയുന്നത്. അതല്ല സാർ. മാത്രമല്ല, സർക്കാരിനോട് കൂറില്ലാത്ത ഉദ്യോഗസ്ഥന്മാരെ ഞങ്ങൾ കസാല മാറ്റിയിരുത്താൻ മാത്രമേ ചെയ്യുള്ളൂ. അത് ഭാവിയിലും ഉണ്ടാവും. കാരണം സിസ്റ്റത്തിനോട് സഹകരിക്കണം സാർ. ഈ തകർന്നു കിടന്നൊരു സിസ്റ്റം, 10 വർഷമായിട്ട് തകർന്നു കിടന്ന സിസ്റ്റത്തിനെയാണ് ഞങ്ങൾ നേരായ മാർഗത്തിലേക്ക് കൊണ്ടുവരാൻ ശ്രമിക്കുന്നത്. ശക്തനായിട്ടൊരു മുഖ്യമന്ത്രി ഇവിടെയുണ്ട്. അദ്ദേഹത്തിനെ സഹായിക്കാൻ അത്ര ശക്തമൊന്നും അല്ലെങ്കിലും ആരോഗ്യമന്ത്രിയെ പോലത്തെ മന്ത്രിമാർ ഈ സംസ്ഥാനത്തുണ്ട് എന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് സാർ, ഇത് അടിയന്തരമായി ചർച്ച ചെയ്യേണ്ട ഒരു വിഷയം ഇപ്പോൾ നിലവിലില്ല. ബഹുമാനപ്പെട്ട ആരോഗ്യ ദേവസ്വം വകുപ്പ് മന്ത്രിയുടെ